നമ്മൾ ആദ്യമായി വായിച്ച ഭാഗം യോഹന്നാൻ 5:8. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അവസ്ഥയാണല്ലേ. ബെഥസ്ദ കുളക്കരയില് കിടന്ന ഒരു വ്യക്തി ജീവിതത്തോട് കർത്താവ് പറയുന്ന വാക്കുകളാണ് നമ്മളിവിടെ വ്യക്തമായിട്ട് കാണുന്നത്. കാരണം 38 ആണ്ടായിട്ട് ആ കുളക്കരയിൽ കിടക്കുന്ന ഒരു വ്യക്തി ജീവിതത്തോട് കർത്താവ് സംസാരിക്കുക അല്ലെ. നമുക്കറിയാം 38 ആണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഏകദേശം ഒരു 38 വയസ്സായിരിക്കത്തില്ല, അതിൽ കൂടുതൽ കാണും. കാരണം ഏകദേശം ഒരു പ്രായമായി ആ കുളത്തെ പറ്റി അറിവ് കിട്ടിയതിന് ശേഷമാണല്ലോ ആ വ്യക്തി ജീവിതം അവിടെ വന്ന് കിടക്കുന്നത്. എന്തുകൊണ്ടാ? സൗഖ്യം പ്രാപിക്കും എന്ന് പറഞ്ഞ ആ കുളക്കരയിൽ വരികയാണ്. ആ കുളക്കരയിൽ വന്ന് കിടക്കുന്ന ആ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിൽ ശക്തമായ ആഗ്രഹമുണ്ട്, വിടുവിക്കപ്പെടണം, എന്റെ ജീവിതത്തിൽ സൗഖ്യം കിട്ടണം എന്ന് ആഗ്രഹിച്ചാണ് ആ ഒരു കുളത്തിന്റെ അരികിൽ കിടക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരന് എപ്പോഴും ആ കുളത്തിന്റെ അരികിൽ തന്നെ ഉണ്ടായിരിക്കും, വേറെ ഒരു ആക്ടിവിറ്റീസിനും പോകാതെ. കാരണം ഏത് സമയത്ത് വിടുതൽ പ്രാപിക്കും, ഏത് സമയത്ത് എനിക്കൊരു വിടുതൽ കിട്ടും, അല്ലെങ്കിൽ എന്റെ വിടുതലിന് വേണ്ടി എപ്പോഴാ ദൂതന്മാർ അവിടെ ഇറങ്ങുന്നതെന്ന് പറയാൻ വയ്യ നിൽക്കുന്നത് കൊണ്ട് എനി ടൈം ആ വ്യക്തി ജീവിതം ആ കുളക്കരയിൽ തന്നെ ആയിരിക്കും അല്ലെ കിടന്നത്. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു 38 ആണ്ട് നോക്കുവാണെങ്കിലും അദ്ദേഹത്തിന് വിടുതൽ സംഭവിച്ചില്ല. അദ്ദേഹം പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വേറെ വ്യക്തി ജീവിതങ്ങൾ വന്ന് ഓടി വന്ന് അല്ലെ കുളത്തിൽ ഇറങ്ങുന്ന ഒരവസ്ഥയെ വന്ന് ഇറങ്ങുക മാത്രമല്ല അവർ വിടുതൽ പ്രാപിച്ചു പോവുക അല്ലെ. ഇത് വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്, നമ്മൾ ഒത്തിരി വായിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഒന്ന് ആ ഒരു വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് നമ്മൾ മാനുഷ്യമായിട്ട് ആ കുളക്കരയിൽ കിടക്കുന്ന വ്യക്തി ജീവിതം, ഞാനായാലും നിങ്ങളായാലും കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രീം എന്നായിരിക്കും? നമ്മൾ എപ്പോഴും സ്വപ്നം കാണും, ആ ഒരു വ്യക്തി എന്നെ വരും, എന്നെ കൈക്ക് പിടിച്ച് ആ കുളത്തിലേക്ക് ഇറങ്ങും. ആ 38 വർഷവും ആ വ്യക്തിയുടെ സ്വപ്നത്തിലും വിചാരത്തിലും എല്ലാത്തിലും ആ ഹൃദയത്തിനകത്ത് ഫുള്ളും പുള്ളിക്കാരൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു വിടുതലാ. എന്നെ ഒരു വ്യക്തി വന്ന് കൈ പിടിച്ച് കുളത്തിലിറക്കും, ഞാൻ വിടുതൽ പ്രാപിക്കും, ഞാൻ വീട്ടിൽ പോകും എന്നല്ലേ. പക്ഷെ അദ്ദേഹത്തിന്റെ നിലവോ അദ്ദേഹത്തിന്റെ ആ ഒരു വിചാരമോ അല്ല അവിടെ പ്രവർത്തിച്ചത്. എന്താ പ്രവർത്തിച്ചത്? ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ കർത്താവ് അവിടേക്ക് കടന്നു വരികയല്ലേ. ആ കടന്നു വന്ന വ്യക്തി ജീവിതത്തോട് പറയുന്ന ഒരു കാര്യം എന്താ? നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ആ കുളത്തിലേക്ക് ഇറങ്ങുവാനല്ല പറയുന്നത്, കിടക്ക എടുത്ത് നടക്ക എന്നാ പറയുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തി ജീവിതത്തിന്റെ ക്ഷമ അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി, ആ ഒരു വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ആ വ്യക്തി ക്ഷമയോടെ 38 വർഷക്കാലം കാത്തിരുന്നു അല്ലെ. കാത്തിരുന്നു. ഒരു പക്ഷേ മാനുഷ്യമായ സങ്കടങ്ങൾ തോന്നിക്കാണും. കാരണം കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഇതായിരുന്നു എന്റെ ആഗ്രഹം, എന്നെ ആരെങ്കിലും ഒന്ന് വിടുവിക്കും അല്ലെ ഒന്ന് ഇറക്കും എന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ ആരും ചെയ്തില്ല എന്ന് മാനുഷ്യമായിട്ട് ആ വ്യക്തി ജീവിതം സംസാരിക്കുന്നുണ്ടല്ലേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മൾ മാനുഷ്യമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യവും പറയുന്ന കാര്യമാ. അവിടെ കർത്താവ് ആ വ്യക്തിയെ ശാസിക്കാനോ ഫത്സിക്കാനോ ദേഷ്യപ്പെടാനോ പോയില്ല. കാരണം മാനുഷ്യമായിട്ടുള്ള ഒരു വ്യക്തി ജീവിതത്തിന്റെ ചില ചിന്താഭാരങ്ങൾ അവിടെ പറയുന്നത്. ദൈവമക്കളെ, ഈ ഒരു വചനത്തിലൂടെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളോട് ഇടപെടുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാല്, ഈ ദിവസങ്ങളിൽ ചില വാഗ്ദത്തങ്ങളോട് നമ്മൾ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ചിലപ്പോ നാളുകൾ എടുക്കാം, കുറച്ച് നാളുകൾ മുന്നോട്ട് പോയേക്കാം. പക്ഷെ നമ്മൾ പിറുപിറുപ്പില്ലാതെ ദൈവത്തെ തള്ളിപ്പറയാതെ നമ്മൾ ഈ ദിവസങ്ങളിലായിരിക്കുകയാണെങ്കിൽ തക്ക സമയത്ത് അല്ലെ. കാരണം അവൈലബിൾ ആയിരുന്നു, ആ വ്യക്തി ജീവിതം അവിടെ അവൈലബിൾ ആയിരുന്നു. കർത്താവ് ആ കുളക്കരയിൽ വന്നപ്പം ആ വ്യക്തി ജീവിതം അവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് തിങ്സ് അതാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു വിടുതൽ പ്രാപിച്ചത്. ആ വ്യക്തി ജീവിതം അല്ലെങ്കിൽ മീൻസ് വീട്ടിൽ പോയിട്ട് ആ ദൂതന്മാർ വരുന്ന ടൈമിങ്ങിൽ മാത്രം, കാരണം ദൂതന്മാർ വരുന്ന സമയത്തല്ല കർത്താവ് വന്നത്, നമ്മളത് നോട്ട് ചെയ്യണം. കാരണം അവിടെ സമയം മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ കർത്താവ് വന്ന സമയത്ത് ആ കുളക്കരയിൽ ആ വ്യക്തി ജീവിതം അവൈലബിൾ ആയിരുന്നു. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലും നമ്മൾ അവൈലബിൾ ആയിരിക്കാൻ തൊക്കണം ഇടയാകുവാണെങ്കിൽ കർത്താവ് ഏത് സമയവും കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കർത്താവ് തരിക തന്നെ ചെയ്യും. അത് വെറും വിടുതലല്ല. വ്യക്തമായി പറയുകയാണെങ്കിൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടതും എന്നോട് ടീച്ച് ചെയ്തൊരു കാര്യം എന്നാന്ന് ചോദിച്ചാല്,
38 വർഷക്കാലമായി അദ്ദേഹം അവിടെ വെയിറ്റിംഗാ അല്ലെ. അപ്പം കണക്കുപടി ആ ഒരു 38 പേരോളം അവിടുന്ന് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു കുഷ്ഠരോഗിയായിരിക്കാം, ഒരു കാലൊടിഞ്ഞവനായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവനായിരിക്കാം. 38 രീതിയിലുള്ള രോഗങ്ങൾ അവിടെ സൗഖ്യമായിട്ട്, അറ്റ്ലീസ്റ്റ് ഒരു 30 തരത്തിലുള്ള രോഗങ്ങൾ ആ കുളത്തിൽ സൗഖ്യമായിട്ടുണ്ട്. നമ്മൾ മാനുഷ്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ കുളത്തിൽ ഏകദേശം 30ഓളം രോഗാണുക്കൾ ഉണ്ട് അല്ലെ. കുളം എന്ന് പറയുമ്പോൾ ഒഴുകി പോകുന്ന ഒരു നദിയല്ല, കെട്ടിക്കിടക്കുന്ന ഒരു റൗണ്ട് കെട്ടിക്കിടക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ കുളം എന്ന് പറയുന്നത്. ആ കുളത്തിൽ കിടക്കുന്ന വെള്ളം അവിടെ തന്നെ കിടക്കുകയാണ്. ദൂതൻ ഇറങ്ങി കലക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കലക്കവെള്ളമാവും അല്ലെ. അപ്പം അതിനോടുകൂടെ നമ്മളെ മാനുഷ്യമായ കണ്ണിൽ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ കുളത്തിൽ ഇറങ്ങുവാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ല. കാരണം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാ. ആ കുളത്തിൽ കുഷ്ഠരോഗി ഇറങ്ങുന്നുണ്ട്, പലവിധമായ മാരക ഉള്ളവർ ഇറങ്ങുന്നുണ്ട് അല്ലെ. ഒരിക്കലും നമ്മൾ നോക്കുവാണെങ്കിൽ ആ കുളത്തിൽ രോഗിയും ആവശ്യക്കാരും അല്ലാതെ വേറെ നോർമൽ പേഴ്സൺ ആ കുളത്തിൽ ഇറങ്ങാൻ ചാൻസേ ഇല്ല. കാരണം അവർ ചിന്തിക്കുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാല് അതിനകത്ത് ഒരുപാട് അഴുക്കുകളുണ്ട്, അണുക്കളുണ്ട്, അത് ഞങ്ങളുടെ ജീവിതത്തിൽ സ്പ്രെഡ് ചെയ്യുമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചേക്കുന്ന ഒരു കുളമാണ്. പക്ഷെ കർത്താവിന്റെ വിടുതൽ എങ്ങനായിരുന്നു? ആ എല്ലാവരും ഇറങ്ങി ആ രോഗാണുക്കളെ കളഞ്ഞ ഒരു കുളത്തിൽ ഇറക്കിയല്ല ആ വ്യക്തി ജീവിതത്തെ സൗഖ്യം കൊടുത്തത്. കർത്താവ് എന്താ പറഞ്ഞത്? അടുത്ത സെക്കൻഡ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞല്ലേ. ആ വ്യക്തിയുടെ 10-38 വർഷത്തെ സ്വപ്നം നമ്മൾക്കറിയാമല്ലോ. എനിക്കിപ്പോ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറയാ, എനിക്കിപ്പോ ഒരു പരീക്ഷയിൽ ജയിക്കണം, അല്ലെ എനിക്കൊരു OET പാസ്സാകണം, അല്ലെങ്കിൽ ഞാൻ IELTS പാസ്സാകണം, ഇല്ലെ ഹയർ ആയിട്ടൊരു ജോലി വേണം, അല്ലെ ഹയർ സാലറി വേണമെങ്കിൽ ഏത് സമയം ഞാൻ അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ OET പോയി എഴുതുന്നു, ഇങ്ങനെ പാസ്സാകുന്നു, എന്റെ റിസൾട്ട് വരുന്നു, ഹൈ മാർക്ക്. നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് മാനുഷികമായിട്ടൊരു ചിന്തയുണ്ടല്ലേ. ആ ചിന്ത ഈ ദിവസങ്ങളിൽ മാറ്റണം. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ തരാൻ വേണ്ടി നമ്മൾ സ്വപ്നത്തിൽ കണ്ട് എനിക്ക് ഇങ്ങനെ തന്നെ വരണം എന്ന് പറഞ്ഞ് നമ്മൾ ചിലത് ബൗണ്ടറികൾ ഇട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബൗണ്ടറികളെ പൊട്ടിച്ച് ഈ നിമിഷം കർത്താവ് പറഞ്ഞ, പിതാവേ അങ്ങയുടെ വിടുതല് ഏത് രീതിയിൽ തരാൻ ആഗ്രഹിക്കുന്നോ അതെന്റെ ജീവിതത്തിൽ തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ പിതാവ് നമ്മളെ അനുഗ്രഹിച്ചു മാനിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ തരിക തന്നെ ചെയ്യും. കാരണം വ്യക്തമായി പറഞ്ഞ അദ്ദേഹത്തിന്റെ കുറെ വർഷങ്ങളുടെ ഡ്രീമാണ് കർത്താവ് അവിടെ ഉടച്ചു കളഞ്ഞത്. കർത്താവോട് ചോദിച്ചില്ല, കാരണം വിടുതൽ വേണമായിരുന്നു. കാരണം എല്ലാരും അറിയപ്പെട്ടു. ഒരു പക്ഷേ ആ വ്യക്തി ജീവിതം ആ കുളത്തിൽ ഇറങ്ങിയായിരുന്നെങ്കിൽ മഹത്വം ആർക്ക് പോയാനെ? ദൂതന് പോയാനെ അല്ലെ. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, കാരണം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ദൂതൻ ഇറങ്ങി കുളത്തിൽ കലക്കുമ്പോഴാണ് അവിടെ സൗഖ്യം പ്രാപിക്കുന്നത്. പക്ഷെ കർത്താവ് എന്താ ചെയ്തത്? ദൂതന് മഹത്വം കൊടുക്കാൻ സമ്മതിച്ചില്ല. ദൈവമഹത്വം ദൈവത്തിന് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് അവിടെ പറഞ്ഞത്, നീ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞത്. അവിടെ ആരും ഒരു അവകാശവും പറയാത്ത അളവുക്ക് വലിയൊരു മിറാക്കളെ ആ വ്യക്തി ജീവിതത്തിൽ കർത്താവ് ചെയ്തുവെങ്കിൽ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാവിധ കാര്യങ്ങൾക്കും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭർത്താവെ, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും മാനവും മഹത്വവും എന്റെ പിതാവിനാണ് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ കർത്താവ് തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ദൂതന്മാർക്ക് മഹത്വം കൊടുക്കുന്നത് പോലെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വേറെ പലർക്കും നമ്മൾ മഹത്വം കൊടുത്തു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ദിവസങ്ങളിൽ അതും മാറണം. ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കണം. ഏത് സമയത്തും കർത്താവിന്റെ സന്നിധി നമ്മൾ അവൈലബിൾ ആയിരിക്കണം. ഫസ്റ്റ് നമ്മൾ അവൈലബിൾ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവിക മഹത്വം ദൈവത്തിന് മാത്രം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ പിതാവ് നമ്മളെ അനുഗ്രഹിച്ച് നമ്മൾക്ക് തരേണ്ട വിടുതൽ തക്ക സമയത്ത് തരിക തന്നെ ചെയ്യും. അതോടുകൂടെ തന്നെ ഞാൻ സെക്കൻഡ് വായിച്ചത് 2 രാജാക്കന്മാർ 5:11. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ച്, നമുക്ക് ഇതിനെപ്പറ്റി അറിയാം, ഈ നയമാന്റെ കാര്യങ്ങളും അറിയാം അല്ലെ. അദ്ദേഹത്തിനും കുഷ്ഠരോഗമായിരുന്നു. അദ്ദേഹം എലീശയെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം ആലോചിച്ചു വന്നൊരു വിടുതലുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങി വരും, എന്റെ തലേ കൈവെക്കും, എന്റെ കുഷ്ഠത്തെ ആട്ടിക്കളയും എന്ന് പറഞ്ഞ് ഒരു ഡ്രീം, ഒരു പ്ലാനോടെയാണ് നയമാനും അവിടെ കടന്നു വരുന്നത് അല്ലെ. വ്യക്തമായ ആ വചനം അത് തന്നെയാണ് പറയുന്നത്. ഇവിടെയും പറയുന്നത് തന്നെ ഒരു സെക്കൻഡ് വ്യക്തിയുടെ പ്ലാനിങ്. പക്ഷെ ദൈവിക കൽപ്പനകളും ദൈവിക അരുളപ്പാടും ദൈവിക വായ്ത്തത്വങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് പ്ലാനിങ് പ്രകാരമല്ല, ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്. ആ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ ഈ ദിവസങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെ വൻ വിടുതലുകളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പക്ഷെ നമുക്ക് എപ്പോഴും പറ്റുന്ന, എന്റെ ആയാലും നിങ്ങളുടെ ആയാലും ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും നമ്മൾ പ്ലാൻ ചെയ്യും അല്ലെ. ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യും. കാരണം വ്യക്തമായി നയമാനം നമ്മൾ നോക്കുവാണെങ്കിൽ
ഒരു പ്ലാനിങ്ങോടെ വന്നു അല്ലെ. ആ പ്ലാനിങ്ങോടെ വന്നിട്ട് ഏലിശ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും തലയിൽ കൈവെക്കും എന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞ് വന്ന് ഏലിശ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ നയമാന് ദേഷ്യം വന്നു. എന്തുകൊണ്ടാ? നയമാന്റെ ആ പ്ലാൻ തെറ്റി അല്ലെ. ആ പ്ലാൻ തെറ്റി. പക്ഷെ കർത്താവിന്റെ ഉദ്ദേശം എന്തുവാ? അവിടെ ഉദ്ദേശം എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ, ആ ഒരു വിടുതൽ ലഭിക്കണം. പക്ഷെ ഈ ദിവസങ്ങളിൽ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ പ്ലാനിലേക്ക് നമ്മൾ കടക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് അതൊന്ന് തെറ്റിക്കും. ആ തെറ്റിക്കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അല്ലെ. പലപ്പോഴും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദേഷ്യപ്പെട്ട് പിന്മാറിപ്പോകുന്ന അവസ്ഥകൾ വ്യക്തമായി പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട്. കർത്താവിന്റെ സന്നിധി ഇന്ന് തൊട്ട് പറയണം, കർത്താവ് എന്റെ പ്ലാൻ, ഞാനെന്ന വ്യക്തി ജീവിതത്തിന്റെ പ്ലാനും പദ്ധതിയും ഒന്ന് മാറ്റിവെക്കുക. എന്റെ പിതാവ് എങ്ങനെ ചെയ്യുവാൻ, കാരണം നമുക്കറിയാം യോർദാനിൽ പോയി മുങ്ങിപ്പൊങ്ങുവാൻ പറഞ്ഞു. യോർദാൻ എന്താ? കലങ്ങി മറിയുന്ന ഒരു സമുദ്രം അല്ലെ. കലങ്ങി മറിയുന്ന ഒരു അവസ്ഥയാ, എന്ന് വെച്ചാൽ കലക്കവെള്ളത്തിന്റെ ഒരു അവസ്ഥയാ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കലക്കവെള്ളം നമ്മളൊന്ന് ചിന്തിച്ചു വെക്കുക. നമ്മളോട് പറയാ കലങ്ങി മറിഞ്ഞ ഒരു തോട്ടിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പേടിക്കും. കാരണം അതിന്റെ ആഴം എന്നതാ, നമുക്ക് അതിന്റെ ആഴം മനസ്സിലാകത്തില്ല. സെക്കൻഡ്, ഈ കലക്കെന്ന് പറയുമ്പോൾ തന്നെ അഴുക്ക് ഇങ്ങനെ കലങ്ങി വരുന്ന ഒരു അവസ്ഥയല്ല, മണ്ണും ചെളിയും എല്ലാം കൂടെ കലങ്ങി വരുന്ന ഒരു അവസ്ഥയാ. നോർമലി ഒരു പേഴ്സൺ എന്ത് ചെയ്യും? അംഗീകരിക്കത്തില്ല, ദേഷ്യപ്പെട്ടു പോവുക തന്നെ ചെയ്യും. പക്ഷെ ആ കലക്കത്തിന്റെയും ആ അഴുക്കിന്റെ അപ്പുറേ കർത്താവ് ചെയ്യുന്നതാണ് ആ കലക്കവും ആ അഴുക്കും നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ. അതിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക പ്രവൃത്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ മാനുഷ്യമായ കണ്ണിൽ കൊണ്ട് നോക്കിയിട്ട് എന്ത് പറയും? അയ്യോ ആ തോടിൽ മൊത്തം അഴുക്ക, കലക്കമാ, അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ പല സാഹചര്യങ്ങളും നമ്മൾ പുറകോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പല കാര്യങ്ങൾക്കും വിടുതലില്ലാത്തതും, നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് വിടുതലില്ലാതെ നമ്മൾ പലപ്പോഴും ഭാരപ്പെട്ട് നിൽക്കുന്നത്. കർത്താവ് വ്യക്തമായി പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത്, മോനെ ഞാൻ ഓപ്ഷൻ തന്നു, ഇതാണ് എന്റെ പ്ലാൻ. പക്ഷെ നീ പ്ലാൻ വെച്ചിട്ട് ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ എന്റെ ലൈഫിൽ അതൊരിക്കലും നടക്കത്തില്ല. നീ എന്റെ റൂട്ടിലേക്ക് എന്ന് കറക്റ്റായി വരുന്നോ അന്ന് മാത്രമേ നിനക്ക് വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് ഏൽപ്പിച്ചു തരുവാൻ ഇടയാകുവാണെങ്കിൽ കർത്താവ് ഇതിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലിനെ തന്നെ ചെയ്യും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഇടപെട്ട കാര്യം 2 രാജാക്കന്മാർ 2:9. അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏലിശായും ഏലിയാവിനെ പറ്റിയാ കാണുന്നത് അല്ലെ. ഏലിയാവിന്റെ ശിഷ്യനായിരുന്ന ഏലിശ അല്ലെ, ഏലിശയായിരുന്നു. ഏലിശയുടെ ആഗ്രഹം എന്തായിരുന്നു? എങ്ങനെയും ഏലിയാവിന്റെ പുറകെ നടന്ന് ഇരട്ടി പങ്കു പ്രാപിക്കണം അല്ലെ. അതിനാണ് ഓരോ ഇതുമില്ലാതെ എങ്ങും വിടാതെ വല തൂകി നടന്നത്. അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി, എവിടെ ഏലിയാവ് പോകുന്നോ അവിടെ എല്ലാം ഏലിശ ഉണ്ടായിരുന്നു. ഒറ്റ ലക്ഷ്യം എന്താ? ഇരട്ടി പങ്ക് പ്രാപിക്കണം. ദാറ്റ്സ് ഇറ്റ്. അതായിരുന്നു ആഗ്രഹം. നല്ല ആഗ്രഹം, ദൈവകൃപയുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ആ സമയമായപ്പോ ലാസ്റ്റ് ഏലിയാവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തു വേണമെന്ന് ചോദിക്കുമ്പോഴല്ല, നിന്റെ ഇരട്ടി പങ്ക് വേണമെന്ന് പറയുമ്പോൾ ഏലിയാവ് പറയുന്നൊരു കാര്യമുണ്ട്, മോനെ അത് പ്രയാസമുള്ള കാര്യമാ എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാ പ്രയാസമുള്ള കാര്യം? ഏലിയാവിന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഏലിയാവിന് അറിയായിരുന്നു, പക്ഷെ ഏലിശയ്ക്ക് അറിയത്തില്ലായിരുന്നു. കാരണം വ്യക്തമായി പറയുമ്പോൾ അവിടെ നമ്മൾ കാണുമ്പോൾ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി ഏലിയാവ് കയറിപ്പോയി. ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ ആ സ്വർഗത്തിലേക്ക് കയറി പോകുന്നത് നീ കാണുവാണെങ്കിൽ ഏലിശ നിനക്ക് ഇരട്ടി പങ്ക് കിട്ടുമെന്ന് ഏലിയാവ് പറയുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നിസ്സാരമായിട്ട് വായിച്ചു വിടും, ചുഴലിക്കാറ്റിലെടുത്തു എന്ന്. പക്ഷെ ആ ചുഴലിക്കാറ്റിന്റെ അനുഭവം അറിയാവുന്ന എത്ര വ്യക്തി ജീവിതങ്ങളുണ്ട്? അത് ശരിക്കും ഒരു ചുഴലിക്കാറ്റിന്റെ അനുഭവം എനിക്കറിയത്തില്ല, പക്ഷെ ഇവിടെ ഒരു പൊടിക്കാറ്റടിക്കും. ഞങ്ങളൊക്കെ ആയിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പൊടിക്കാറ്റടിക്കും, ഒരു മനുഷ്യന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു കാഷ്വൽ ഒരു കാറ്റാണ്, അതിന്റെ കൂടെ പൊടിമണ്ണ് വരും. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഈ പൊടിക്കാറ്റ് വരിക എന്ന് പറയുന്നത്. ആ പൊടിക്കാറ്റ് വരുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് നിൽക്കാൻ പറ്റത്തില്ല. കണ്ണിക്കൂടെയും ചെവി കൂടെ എവിടൊക്കെ നമുക്ക് ഹോളുകളുണ്ടോ, ഫേസിലൊക്കെ ഹോളുകളുണ്ടോ, അവിടെ ഫുള്ളും കയറും. ചെവിക്കകത്തൊക്കെ മണ്ണ് കയറിപ്പോവും. നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്താണ് ഈ പൊടിക്കാറ്റ്. അപ്പോൾ ഈ ചുഴലിക്കാറ്റിന്റെ അവസ്ഥ പറയുവാണെങ്കിൽ എന്തുമാത്രം ഏലിശ അവിടെ ക്ഷമയോടെ നിന്ന് കാണും. അവിടെ നോക്കി അല്ലെ, കണ്ണിൽ നമ്മൾ മനുഷ്യമായിട്ട് നോക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ കണ്ണിലും കയറി കാണും, മണ്ണ് കയറി കാണും, ചെവിയിലും കയറി കാണും, തല മൊത്തം മണ്ണായിരിക്കും, ദേഹം മൊത്തം
മൊത്തത്തിൽ ഒരു മൺമനുഷ്യൻ പോലെ എലിശ അവിടെ നിന്ന് കാണും. പക്ഷെ എന്നാ ആഗ്രഹം എന്തായിരുന്നു? എനിക്ക് എങ്ങനെയും ഇരട്ടി പങ്കു പ്രാപിക്കണം. അത് പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നിന്നത് കൊണ്ട് ഒരുപക്ഷെ ഓടിപ്പോകാമായിരുന്നു. എവിടെയെങ്കിലും മാറി അറ്റ്ലീസ്റ്റ് ആ ഒരു അവസ്ഥ വരുമ്പോഴെങ്കിലും ഓടിപ്പോയി എവിടെയെങ്കിലും മറിഞ്ഞിരിക്കാമായിരുന്നു. പക്ഷേ അവിടെയും ആഗ്രഹത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. കാരണം വ്യക്തമായി തന്റെ പിതാവ് പറഞ്ഞതാണ്, ഞാൻ എടുക്കപ്പെടുന്നത് കാണുവാണെങ്കിൽ ആ കഷ്ടത സഹിക്കുവാൻ തക്കവണ്ണം ഏലിശ തയ്യാറായി. അതിന്റെ ബേസിലാണ് അനുഗ്രഹം പ്രാപിച്ചത്. ദൈവമക്കളെ, ഈ ഒരു 3 വാക്കും കൂടെ, ഈ ഒരു 3 കാര്യം കൂടെ നമ്മള് കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു വ്യക്തി ജീവിതം ആ വ്യക്തി ജീവിതത്തിനെ കുളത്തിലിറക്കുവാൻ ആരുമില്ലായിരുന്നു. പക്ഷെ കർത്താവ് നേരിട്ട് വന്നു. കാരണം എന്താ? അവൈലബിൾ ആയിരുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, ദൈവ മഹത്വത്തിനായി തീരുവാൻ തക്കണം കുളത്തിലിറങ്ങിയില്ല. എല്ലാരെ ഇറക്കി കയറ്റുന്ന ഒരു വിടുതലല്ല ആ ഒരു വ്യക്തി ജീവിതത്തിന് ദൈവം കൊടുത്തത്, കർത്താവ് കൊടുത്തത്. എന്താ? സ്പെഷ്യൽ ആയിരുന്നു. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, കിടക്കെടുത്ത് നടന്നോളാൻ പറഞ്ഞു. അത്ഭുതകരമായിട്ട് നടന്നു അല്ലെ. പക്ഷെ ഒന്നുണ്ട്, ക്ഷമയോടെ കാത്തിരുന്നു, അവൈലബിൾ ആയിരുന്നു. അത് മെയിൻ ആയിരുന്നു. ആ വ്യക്തി ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. നമ്മളും ആത്മീയരെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ മക്കളായി നമ്മളും ജീവിക്കുമ്പോൾ നമ്മളും എന്തായിരിക്കണം? ദൈവസന്നിധിയിൽ അവൈലബിൾ ആയിരിക്കണം. അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ മാനുഷ്യമായി ചിന്തിക്കും, എനി ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ, എനി ടൈം ഉപസിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ, എനി ടൈം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക പറ്റുമോ എന്നല്ല. അത് നമ്മൾ മാനുഷ്യമായിട്ട് ചിന്തിക്കുന്നെങ്കിൽ എനി ടൈം അവൈലബിൾ ആയിരിക്കും. നമ്മൾ നമ്മുടെ പിതാവിനോട് സംസാരിക്കാൻ തക്കണം ഇടയാകണം. നമ്മൾ ഏത് മേഖലയിലായാലും പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. സംസാരിക്കണം, പരിശുദ്ധാത്മാവോട് സംസാരിക്കണം, എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച് നമ്മളെ ഗൈഡ് ചെയ്യുക തന്നെ ചെയ്യും. അതാണ് അവൈലബിൾ ആയിരിക്കണം എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ്, സാന്നിധ്യം എനി ടൈം 24/7. കാരണം നമുക്കറിയാം, ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെല്ലാരും സ്വപ്നം കാണുന്നവരാണ്. നമ്മുടെ പല സ്വപ്നങ്ങളും നടക്കാറുണ്ട്. സ്വപ്നത്തിൽ കൂടെ പോലും കർത്താവ് സംസാരിക്കും, വ്യക്തമായി സംസാരിക്കും. അപ്പൊ നമ്മൾ ചിന്തിച്ചുകൂടെ, നമ്മൾ ഉറക്കമായിരുന്നു, അവിടെ ഞാൻ കർത്താവിനോട് സംസാരിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷെ നമ്മളെന്ന വ്യക്തി നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാവിനെ പകർന്നു കഴിഞ്ഞാൽ, ഉറക്കത്തിലും പ്രവർത്തിക്കാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. അത് കർത്താവ് വ്യക്തമായി പറയാതാണ്. അതുകൊണ്ടാണ് അവൈലബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്. നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്ത് ദൈവഹിതമില്ലാത്ത പ്രവൃത്തിയും ചെയ്ത് കട്ടിലേ കിടന്ന് മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞ് ഫോണിൽ ആവശ്യമില്ലാത്തതും കണ്ട് പലവിധമായ വിചാരങ്ങൾ കൂടി പോവുകയാണെങ്കിൽ ദൈവം പ്രവർത്തിക്കുമോ? ഒരിക്കലും പ്രവർത്തിക്കത്തില്ല. പക്ഷെ നമ്മൾ കിടക്കാൻ പോകുന്ന ആ സമയത്ത് പോലും നമുക്ക് സംസാരിക്കാം. നമ്മളൊക്കെ ജോലിയിൽ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്. ചില സമയം തകർന്നു വരും, ഒന്ന് കിടക്കാൻ വെമ്പി വരും. ചില സമയം എക്സ്ക്യൂസ് ഞാനും ചോദിക്കാറുണ്ട്, കർത്താവ് കട്ടിലെ കിടന്ന് ചോദിക്കാറുണ്ട്, പിതാവേ ഞാൻ കിടക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കിടക്കാറുണ്ട് അല്ലെ. പക്ഷെ നമ്മുടെ പിതാവ് അത് നന്മയ്ക്കായിട്ട് ചെയ്യും. കാരണം നമ്മുടെ അവസ്ഥകളെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവത്തെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. പിതാവ് നമ്മളെ കാത്തു പരിപാലിക്കും. നയമാനെ നോക്കുവാണെങ്കിൽ ശരിയാ, പുള്ളിക്കാരന്റെ പ്ലാൻ അവിടെ തെറ്റിപ്പോയി. അങ്ങോട്ട് ഏലിശ കൈവച്ചു, അവിടെ സൗഖ്യം പ്രാപിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ നടന്നോ? ഇല്ല. പറഞ്ഞ കാര്യം ഇഷ്ടത്തോടെ മനസ്സോടെ ചെയ്യാൻ തയ്യാറായപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഒരു വിടുതൽ കർത്താവ് അവിടെ കൊടുത്തു മാനിച്ചു. ചെറുബാലന്റെ ശരീരം പോലെ നയമാനാക്കി. എന്താ? അനുസരിച്ചു ആദ്യം ഒരു കോപം പൊങ്ങി വന്നെങ്കിലും അവിടെ അനുസരിക്കാൻ തക്കോണം ഇടയായി. അതിന്റെ പേരിൽ ഒരു ദൈവിക മഹത്വം അവിടെ നയമാൻ കാണുവാൻ തക്കോണം ഇടയായി. അതുപോലെ തന്നെ ഏലിശയെ നോക്കുവാണെങ്കിൽ ആഗ്രഹം പ്രാപിക്കണം എന്നൊരു ആഗ്രഹം ഏലിശയിലൂടെ കർത്താവ് ആ ഏലിശയ്ക്ക് ഉണ്ടായിരുന്നു. ഏലിയാവിൽ നിന്ന് ഇരട്ടി അഭിഷേകം ഞാൻ പ്രാപിക്കണം എന്ന് ശക്തമായിട്ട് ഏലിശയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതെന്ത് സംഭവിച്ചു? ചുഴലിക്കാറ്റ് വന്നിട്ടും തകർന്നില്ല, ഓടിപ്പോയില്ല, മാറി നിന്നില്ല. ആഗ്രഹത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ശക്തമായി നിന്നതിന്റെ ബേസിൽ എന്തു സംഭവിച്ചു? ഇരട്ടി പങ്കു പ്രാപിച്ചു. ദൈവമക്കളെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ, ദൈവമക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കർത്താവ് തരും. ഭൗതിക നന്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കർത്താവ് പറഞ്ഞിട്ടുള്ള നമ്മുടെ അവകാശം തന്നെയാണ്. അത് ലഭിക്കുന്നതിന് കൂടെ തന്നെ ആത്മീയ നന്മയും നമ്മൾ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആത്മീയ നന്മ നമ്മൾ
കൂടുതലായി പ്രാപിച്ച് ദൈവത്തോട് ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ പറയാ, ഞാൻ സ്കൂളിൽ പോവാ, ഞാൻ 10th പഠിക്കുന്ന കുട്ടിയാ, ഞാൻ സ്കൂളിൽ പോവാണെങ്കിൽ ആ സ്കൂളിലോട്ട് എനിക്ക് തോന്നുന്ന ഡ്രസ്സ് ഇട്ട് പോകാൻ പറ്റത്തില്ല. അതിനൊരു യൂണിഫോം ഉണ്ട് അല്ലെ. ഞാൻ ഇന്ന ഷൂ ഇടണം, ഒരു യൂണിഫോം ഉണ്ട്, ടൈ കെട്ടിയിരിക്കണം അല്ലെ, എന്നിട്ട് മുടിയൊക്കെ ചീവി നല്ല വൃത്തിയാക്കി നല്ല നല്ല രണ്ട് സൈഡിലേക്ക് പിന്നി, ഓരോ സ്കൂളിനും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ദൈവസന്നിധി നമ്മൾ ചിലത് പ്രാപിക്കണമെങ്കിൽ, വാഗ്ദത്തം നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില റൂൾസ് ആൻഡ് റിലേഷൻസ് ഉണ്ട്. നമ്മൾ അത് ഒബേ ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്തു കഴിയുമ്പോൾ അത്ഭുതകരമായ വിടുതൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ ഒരു വിടുതലല്ല, ആർക്കും വിവരിക്കാൻ പറ്റാത്തതും നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തതും അല്ലെ, അങ്ങനത്തെ ഒരു വിടുതലാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ എന്റെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിനെ പറ്റിയോ, അല്ലെങ്കിൽ നെക്സ്റ്റ് നാളത്തേനെ പറ്റിയോ, അല്ല എന്റെ ഭാവി ജീവിതം, അല്ലെങ്കിൽ എന്റെ ജോലി, എന്റെ കുഞ്ഞുങ്ങൾ, ഏതെങ്കിലും രീതിയിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ എന്റെയോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഇന്ന് ഉടച്ച് കളയുവാൻ തക്കണം. ഒരു കലം ഉടച്ച്, ഒരു മൺകുടം ഉടച്ച് കളയുന്നത് പോലെ നമ്മൾ ഉടച്ച് കളഞ്ഞിട്ട് കർത്താവിനോട് പറയണം, ആ പൊട്ടിക്കിടക്കുന്ന കുടമെല്ലാം ഇങ്ങനെ കയ്യിൽ വാരിടുന്നു, പിതാവേ ഇതെന്റെ പ്ലാൻ ഞാൻ ഉടച്ചു കളഞ്ഞു, ഇനി അങ്ങയുടെ പ്ലാൻ എന്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിന്റെ എല്ലാം പുറയിൽ നോക്കുമ്പോൾ, നമ്മൾ ഈ 3 വ്യക്തി ജീവിതങ്ങളെ നോക്കുമ്പോഴും അതിന്റെ പുറയിൽ ചില കാത്തിരിപ്പുകൾ, ചില കഷ്ടതകൾ, ചില നിന്ദകൾ, പരിഹാസങ്ങൾ ഒക്കെ സഹിക്കേണ്ടി വന്നു അല്ലെ. കാരണം നമുക്കറിയാം, നയമാൻ അവിടെ പോയി ഇറങ്ങുമ്പോ താൻ അപമാനപ്പെട്ടു അല്ലെ. അത്രയും ഒരു ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആ കലങ്ങിയ കുളത്തിൽ പോയി ഇറങ്ങുക, അല്ലെങ്കിൽ അവിടെ ഒരു നദിയിൽ പോയി ഇറങ്ങുക, യോർദാനിൽ പോയി ഇറങ്ങുക എന്ന് പറയുമ്പോൾ ചെറിയൊരു അപമാനക്ഷേതം അവിടെ സംഭവിക്കുന്നുണ്ടല്ലേ. കാരണം വീട്ടിൽ അടിപൊളി ബാത്റൂം ഇല്ലാഞ്ഞിട്ടല്ല, അടിപൊളി കുളമോ സ്വിമ്മിംഗ് പൂളോ ഇല്ലാഞ്ഞിട്ടല്ല, തെളിഞ്ഞ നദി ഇല്ലാഞ്ഞിട്ടല്ല, ആ കലക്കവെള്ളത്തിൽ പോയി ഇറങ്ങുമ്പോൾ നയമാന് ചില അപമാനങ്ങൾ സംഭവിക്കുന്നത്. അതാണ് നയമാനെ ദേഷ്യപ്പെടുത്തിയത് അല്ലെ. നമ്മൾ ആ ഒരു വ്യക്തിജീവിതത്തെ, ആ കുളത്തിലിറങ്ങിയ വ്യക്തിജീവിതത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ അദ്ദേഹം ഒരുപാട് പരിഹാസവും നിന്നെ അനുഭവിച്ചു കാണും. പലരും വന്ന് കുത്തിക്കാണും, എടാ ഇത്രയുമായിട്ട് നിനക്ക് എന്താണ് ഒരു സൗഖ്യം കിട്ടാത്തത്, നിന്നെ ആരും എന്താണ് ഇറക്കാത്തതെന്ന് പറഞ്ഞ് പല വ്യക്തി ജീവിതങ്ങളും അവിടെ കളിയാക്കി കാണും. പക്ഷെ ക്ഷമയോടെ വ്യക്തി ജീവിതങ്ങൾ ഇരുന്നു. ഏലിശയെ നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് സഫറായി അല്ലെ. ചില ക്ലേശതകൾ നമ്മൾ നോക്കുമ്പോൾ ഫിസിക്കലി നല്ല ക്ലേശം സഹിച്ച് തന്നെയാണ് ഏലിയാവിന്റെ കയ്യിൽ നിന്ന് ഏലിശ പ്രാപിച്ചത്. ദൈവമക്കളെ, ചില വാഗ്ദത്തങ്ങൾ ഞാനും നിങ്ങളും പ്രാപിക്കണമെങ്കിൽ ചില ക്ലേശങ്ങൾ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അതിൽ കൂടെ നമ്മൾ കയറി ഇറങ്ങി പോകുമ്പോൾ ലാസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന വിടുതൽ ഭയങ്കര മിറാക്കിളായിരിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ തന്ന് നമ്മളെ മാനിച്ച് അനുഗ്രഹിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് വിടുതൽ പ്രാപിക്കുക തന്നെ ചെയ്യും. യിരെമ്യാവ് 29:11 പറയുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിന്റെ അർത്ഥം എന്താ? എന്തിനാ തിന്മ എന്നൊരു വാക്ക് അവിടെ ആഡ് ചെയ്തത്? അതിൽ തന്നെ മനസ്സിലാക്കാം, ദൈവമക്കളുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും ചില നിന്ദകളും പരിഹാസങ്ങളും കയറി വന്നതിന് ശേഷമേ നന്മ പ്രാപിക്കുകയുള്ളൂ. ചില കാത്തിരിപ്പുകൾ ആവശ്യമാണ്, ചില പരിഹാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ ഒന്നുണ്ട്, ശുഭഭാവി. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ശുഭഭാവി തരുവാൻ ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ നമ്മളത് ദേഷ്യത്തിന്റെ പേരിലോ പരിഹാസത്തിന്റെ പേരിലോ തള്ളിക്കളയാതെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ വൻ വിടുതലുള്ള കർത്താവിന്റെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തെടുത്ത് നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷേ നമുക്ക് അല്പം കാത്തിരിക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. എങ്കിലും ഭാരപ്പെടാതെ ദൈവസന്നിധി പറഞ്ഞ, പിതാവേ ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മൾ കുറച്ചുപേരെ ഈ ഒരു മീറ്റിങ്ങിലുള്ളൂ, ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവസന്നിധിയിൽ പറഞ്ഞ, പിതാവേ ഞാൻ ഇത്രയും നാളും കെട്ടിവെച്ച ഒരു മനക്കോട്ടയുണ്ട്, അത് ഇന്ന് ഞാൻ ഉടച്ചു കളയാം. എന്റെ പിതാവിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് പറയുകയാണെങ്കിൽ കർത്താവ് നമ്മളെ മാനിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ ചെയ്യേണ്ടത്, ഈ നിമിഷം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, കർത്താവ് എന്ത് കാര്യത്തിലായാലും ദൈവിക പ്രവൃത്തി നടക്കണം, ദൈവിക പ്ലാൻ നടക്കണം. ഒരു പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ കണ്ടെങ്കിൽ പോലും അത് നന്മയ്ക്കായിട്ട് എൻ്റെ പിതാവാക്കി തീർക്കുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവിക പ്ലാന് വിട്ടുകൊടുക്കുവാണെങ്കിൽ വൻ വിടുതലിനെ കർത്താവ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുത്ത് നമ്മളെ നിറയ്ക്കുക തന്നെ ചെയ്യും. കാരണം കർത്താവിന്റെ മക്കൾ നിറഞ്ഞവരായിരിക്കണമെന്ന് അപ്പൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മുടെ ഓരോ വചനത്തിൽ കൂടെയും
പാട്ടിൽ കൂടെയും ദൈവിക ശുശ്രൂഷയിൽ കൂടി എല്ലാം ഇടപെടുന്ന എന്താ? മക്കളെ, നിങ്ങൾ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. കാരണം കർത്താവ് തന്റെ മക്കൾ തന്റെ അടുത്തേക്ക് അടുത്തു വരാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവാ. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതൊന്നും കേൾക്കാതെ മറുതലിച്ചു പോകുന്ന ഒരു അനുഭവത്തിൽ ഞാനായാലും നിങ്ങളായാലും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നമ്മൾ അനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങൾ പ്രമാണിച്ച് ദൈവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് വൻ വിടുതലിനെ ചെയ്യും. ഈ ഒരു വചനം എല്ലാവരുടെ ജീവിതത്തിലും അനുഗ്രഹമാട്ടെ എന്ന് പറഞ്ഞ് എന്റെ